എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ള, അതായത് കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ട്രാൻസ്ഫറിന് അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെയും അതുപോലെ തന്നെ മറ്റന്നാളും, അതായത് ജൂൺ 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് ഇതിനുള്ള അവസരം. അപ്പോൾ സ്കൂളിലെ വേക്കൻസി അനുസരിച്ചും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനായിട്ട്, അതായത് മ്യൂച്വൽ ട്രാൻസ്ഫറിനുമാണ് അവസരം ഉള്ളത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ കൊമേഴ്സ് ആണ് കിട്ടിയത്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ വേക്കൻസി ഉണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് മാറുന്നതിനായിട്ടുള്ള ഒരു അവസരമാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കോഴ്സ് മാത്രം മാറാനാണ് സാധിക്കുക, അതുപോലെ സ്കൂൾ മാറാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് മാറുന്നതിനുള്ള അവസരത്തിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. സ്കൂൾ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സ് മാറുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു കോഴ്സ് കോമ്പിനേഷനിൽ ഏകദേശം 20% സീറ്റുകളാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഉള്ള സ്കൂളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ആണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു ഫോം കിട്ടും. ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാളിന് നൽകിയാലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സ്വീകരിക്കുക. അപ്പോൾ സ്കൂളിലെ വേക്കൻസി അനുസരിച്ചും അതുപോലെ തന്നെ അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് അനുസരിച്ചുമാണ് വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട ട്രാൻസ്ഫർ അനുവദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ കോഴ്സ് മാറുന്നതിനായിട്ട്, അത് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനുള്ള ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകളും വിദ്യാർത്ഥികൾക്ക് 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ വേക്കൻസി അനുസരിച്ചിട്ടാണ്, അതായത് ഓരോ സ്കൂളിലും കമ്മ്യൂണിറ്റി കോട്ടയിൽ നിലവിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതനുസരിച്ച് മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുക. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിൽ, അതായത് മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിലവിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറുന്നതിനുള്ള അവസരമാണ് ഈ ഒരു കോഴ്സ് ട്രാൻസ്ഫർ, അതായത് കമ്മ്യൂണിറ്റി കോട്ട കോഴ്സ് ട്രാൻസ്ഫർ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ WGPAയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫർ അനുവദിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പലിനാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.